കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതിയുടെ നിർണായകമായ യോഗം ഇന്ന് വൈകിട്ട് ചേരും. തുടർഘട്ടങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് ഇന്ന് പ്രധാനമായും തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നത്. യുപിയിലെ നിർണായകമായ മണ്ഡലങ്ങളായ അമേഠി, റായ്ബറേലി സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. കേരളത്തിലെ വയനാട് മണ്ഡലത്തിലെയും പോളിംഗ് കഴിഞ്ഞ സാഹചര്യത്തിൽ അമേഠി, റായ്ബറേലി സീറ്റുകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കോൺഗ്രസ് നടത്തുമെന്നാണ് സൂചന. അമേഠിയിൽ രാഹുൽ ഗാന്ധിയും റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധിയും മത്സരിച്ചേക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇതിനു മുൻപ് ഇരുവരും ഈ റിപ്പോർട്ട് എതിർത്തിരുന്നു. ഇരുവരും അമേഠി, റായ്ബറേലി മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നില്ല എന്നും വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇരു മണ്ഡലങ്ങളിലെയും ഭാരവാഹികളുടെയും നേതാക്കളുടെയും യോഗം പ്രിയങ്ക ഗാന്ധി വിളിച്ചിരുന്നു. പ്രിയങ്ക മത്സരിച്ച റായ്ബറേലിയിൽ വരുൺ ഗാന്ധിയെ BJP പരീക്ഷിച്ചേക്കുമെന്ന് അഭ്യൂഹങ്ങളും ശക്തമായിട്ടുണ്ട്. എന്നാൽ ഇതിനോട് വരുൺ എങ്ങനെ പ്രതികരിക്കുമെന്നതും കണ്ടറിഞ്ഞേ മതിയാവോ. അമേഠിയിൽ രാഹുൽ ഗാന്ധിയും റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കണമെന്ന സമ്മർദ്ദം കോൺഗ്രസിനുള്ളിൽ ശക്തമാണ്. അങ്ങനെയാണെങ്കിൽ വയനാട്ടിൽ നിന്ന് രാഹുലിന്റെ യാത്ര അമേഠിയിലേക്കായിരിക്കും. റായ്ബറേലിയിൽ മത്സരിക്കാൻ ഇരുവരും താല്പര്യം പ്രകടിപ്പിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും സോണിയാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് മാനേജരും ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുമായിരിക്കുന്ന പ്രിയങ്കയ്ക്കാണ് മണ്ഡലം കൂടുതൽ പരിചിതമെന്നാണ് വിലയിരുത്തൽ. റായ്ബറേലി സീറ്റിനെ ചൊല്ലി തർക്കമുണ്ടെന്ന റിപ്പോർട്ടുകളോട് കോൺഗ്രസ് പ്രതികരിച്ചിട്ടില്ല. മെയ് 3 വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം. 2-നോ 3-നോ ഇരുവരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചേക്കുമെന്നാണ് വിവരം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് തലേന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനാണ് ആലോചനയെന്നും സൂചനയുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ രാഹുലും പ്രിയങ്കയും അയോധ്യ ക്ഷേത്രം സന്ദർശിച്ചേക്കുമെന്ന പ്രചാരണവും ശക്തമാണ്. അടുത്ത മാസം 20-നാണ് രണ്ടിടത്തും വോട്ടെടുപ്പ്. അമേഠിയിൽ സ്മൃതി ഇറാനി പ്രചാരണത്തിൽ മുൻപിലെത്തിയെങ്കിൽ റായ്ബറേലിയിൽ കോൺഗ്രസ് പ്രഖ്യാപനത്തിനായി BJP കാത്തിരിക്കുകയാണ്. പരമ്പരാഗതമായി തന്നെ കോൺഗ്രസിന്റെ തന്ത്രപ്രധാനമായ സീറ്റുകളായ അമേഠി, റായ്ബറേലി എന്നിവിടങ്ങളിൽ യഥാക്രമം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തന്നെ മത്സരിക്കണമെന്ന് കോൺഗ്രസ് ഇലക്ഷൻ കമ്മിറ്റിയുടെ ഉത്തർപ്രദേശ് യൂണിറ്റാണ് നിർദ്ദേശിച്ചിരുന്നത്. 2019 വരെ 15 വർഷം അമേഠി ലോക്സഭാ സീറ്റിനെ പ്രതിനിധീകരിച്ച രാഹുൽ ഗാന്ധി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്മൃതി ഇറാനിയോടാണ് പരാജയപ്പെട്ടത്. ഇത്തവണ രാഹുൽ വയനാട്ടിലും മത്സരിക്കുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വദ്ര അമേഠിയിൽ പ്രചാരണം നടത്തുന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെ വദ്രയുടെ ഫ്ലെക്സുകളും പോസ്റ്ററുകളും ഒക്കെ അമേഠിയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. കോൺഗ്രസ് മിണ്ടാതിരിക്കുമ്പോൾ BJP സ്ഥാനാർത്ഥി സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെ ഉന്നമിട്ട് പരിഹാസം ഇതേ തുടർന്ന് നടന്നിരുന്നു. റോബർട്ട് വദ്രയുടെ സ്വന്തം സംഘമാണ് പോസ്റ്ററുകളും ഫ്ലെക്സുകളും വെച്ചിരുന്നത്. കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ട് പിന്നീട് ഈ പോസ്റ്ററുകൾ നീക്കം ചെയ്തിരുന്നു. അമേഠിയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കോൺഗ്രസ് വൈകിപ്പിക്കും തോറും വദ്രയുടെ കളികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മത്സരിക്കാൻ പലകുറി പരസ്യമായി സന്നദ്ധത അറിയിച്ച വദ്ര ഗാന്ധി കുടുംബാംഗങ്ങൾക്ക് മത്സരിക്കാമെങ്കിൽ പാർലമെന്റിലേക്ക് പോകാമെങ്കിൽ തനിക്ക് അയോഗ്യത എന്താണെന്നും ചോദിച്ചിരുന്നു. എന്നാൽ വദ്രയുടെ മോഹത്തോട് കോൺഗ്രസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല.